തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി ഇന്ന് ഉച്ചയ്ക്ക് 2-ന് വിധി പറയും. കെ ബാബുവിന്റെ വിജയം റദ്ദാക്കി തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്ന എം സ്വരാജിന്റെ ഹർജിയിലാണ് ജസ്റ്റിസ് പി.ജെ. അജിത് കുമാർ വിധി പറയുക. മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ട് പിടിച്ച കെ ബാബുവിന്റെ നടപടി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നാണ് സ്വരാജിന്റെ പരാതി. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ഷമ്മി, ഇതിൽ വാദം പൂർത്തിയായി ഇന്ന് വിധിക്ക് വെച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2-ന് ജസ്റ്റിസ് പി.ജെ. അജിത് കുമാർ വിധി പറയും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രത്തിൽ അത് നിയമപരമായി വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള കേസുകളിൽ സുപ്രധാനമായ ഒരു കേസ് എന്ന് തന്നെ പറയാം. കാരണം തൃപ്പൂണിത്തുറ 2021 തെരഞ്ഞെടുപ്പിൽ കെ ബാബുവും എം സ്വരാജും തമ്മിൽ മത്സരിച്ചപ്പോൾ ആ കെ ബാബു മതചിഹ്നങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വിനിയോഗിച്ചു എന്നുള്ളതാണ് സ്വരാജ് നൽകിയ ഹർജിയിലെ പരാതി. നമുക്കറിയാം 990-ലധികം വോട്ടുകൾക്ക് 1000-ൽ താഴെ വോട്ടുകൾക്കാണ് സ്വരാജ് എന്ന് പരാജയപ്പെട്ടത്, ബാബു ഒന്ന് ജയിച്ചത്. അതുകൊണ്ട് തന്നെ ടൈറ്റ് ഫൈറ്റ് നടന്നൊരു മണ്ഡലം തന്നെയാണ് കേരളത്തിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അത്തരം മത്സരം നടന്നൊരു തെരഞ്ഞെടുപ്പിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു, പ്രത്യേകിച്ച് അയ്യപ്പൻ്റെ പേരും ചിഹ്നവും പടവും ഒക്കെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതിന് കൃത്യമായി എന്തൊക്കെ എങ്ങനെയൊക്കെ എന്ന് ഈ സ്വരാജ് ഹർജിയിലും തെളിവായും ഒക്കെ ഹാജരാക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വീടുകളിൽ വിതരണം ചെയ്ത സ്ലിപ്പ്, വോട്ടർമാർക്കായി വിതരണം ചെയ്യുന്ന സ്ലിപ്പിൽ അയ്യപ്പൻ്റെ ചിത്രവും കെ ബാബുവിൻ്റെ പേരും ഒപ്പം കൈപ്പത്തി ചിഹ്നം ഉണ്ടായിരുന്നു. ഒപ്പം അയ്യപ്പനൊരോട്ട് എന്ന് ആലേഖനം ചെയ്തിരുന്നു, എഴുതിയിരുന്നു. അത് കൃത്യമായും മതം ഉപയോഗിച്ചുള്ള വോട്ടുപിടുത്തമാണ് എന്നുള്ളതാണ്. മാത്രമല്ല മണ്ഡലത്തിൽ ഉടനീളം പ്രചരണം നടത്തിയത് അയ്യപ്പനൊരോട്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കെ ബാബുവിന് വോട്ട് ചെയ്താൽ അയ്യപ്പൻ വോട്ട് ചെയ്തതിന് തുല്യമാണ് എന്നുള്ളതാണ്. സ്വരാജിന് വോട്ട് ചെയ്താൽ അത് അയ്യപ്പനെതിരായ വോട്ടാണ് എന്നും വ്യാഖ്യാനിച്ചു. ഒപ്പം തന്നെ സ്വരാജ് ജയിച്ചാൽ അവിടെ തോൽക്കുന്നത് അയ്യപ്പനായിരിക്കും, ശബരിമല അയ്യപ്പൻ ജയിക്കണം എന്നുള്ളത് തരത്തിലായിരുന്നു അവരുടെ പ്രചരണം. ഒപ്പം തന്നെ കെ ബാബു ജയിച്ചാൽ അവിടെ ജയിക്കുന്നത് ശബരിമല അയ്യപ്പൻ തന്നെയായിരിക്കും തുടങ്ങിയ തരത്തിലൊക്കെ പ്രചരിപ്പിച്ചു. അപ്പോൾ അയ്യപ്പൻ്റെ ചിത്രങ്ങൾ വ്യാപകമായി വിനിയോഗിച്ചു എന്നുള്ളതാണ്. അത് വീടുകളിൽ വിതരണം ചെയ്തു, ചുവരെഴുത്തുകളിൽ ഉപയോഗിച്ചു, സ്ഥാനാർത്ഥിയുടെ അടക്കം ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ അത് സംബന്ധമായ പോസ്റ്റുകൾ വന്നു. അപ്പോൾ ഈ മതത്തെ വിനിയോഗിച്ച് വോട്ട് പിടിക്കുക എന്ന ഏറ്റവും മോശപ്പെട്ട ഒരു പ്രവണത സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് ധാർമ്മികമായി തെറ്റാണ്, നിയമപരമായി തെറ്റാണ്. അതായത് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 123(3) പ്രകാരം ഏതെങ്കിലും മതചിഹ്നങ്ങൾ, അത് മതമാണെങ്കിലും ജാതിയാണെങ്കിലും ഭാഷയാണെങ്കിലും ലിംഗമാണെങ്കിലും, അത്തരത്തിൽ ഏതെങ്കിലും വിഭാഗത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ, ഈ വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിൽ അത്തരം എംബ്ലങ്ങൾ, ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ, പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ടിൻ്റെ, ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ലംഘനമാണ് എന്ന് കൃത്യമായി 51 ആക്ടിൽ പറയുന്നുണ്ട്. അതിനനുസരിച്ച് റെഗുലേഷൻസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലംഘനം ഇതിൽ നടന്നിട്ടുണ്ട് എന്നാണ് തെളിവ് സഹിതം സ്വരാജ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ആ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി വിശദമായ വാദത്തിലേക്ക് കടന്നതും സാക്ഷിയുടെ അടക്കം വിസ്തരിച്ചതും. ഈ ഇലക്ഷൻ പെറ്റീഷൻസ്, തെരഞ്ഞെടുപ്പ് ഹർജികൾക്കൊരു സവിശേഷതയുള്ളത്, അത് നേരിട്ട് ഹൈക്കോടതിയിൽ വരികയും ഹൈക്കോടതി നേരിട്ട് തെളിവെടുക്കുകയും നേരിട്ട് സാക്ഷികളെ വിസ്തരിക്കുകയും ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ ഒരു നടപടിക്രമം. ആ നടപടിക്രമം അനുസരിച്ച് പ്രധാനപ്പെട്ട സാക്ഷികളെല്ലാം കോടതി വിസ്തരിച്ചു. അതിൽ വിസ്താരം നടന്നുകൊണ്ടിരിക്കെ ഇതിൻ്റെ മെയിൻറ്റൈനബിലിറ്റി ചോദ്യം ചെയ്തുകൊണ്ട്, അതായത് ഈ കേസ് തന്നെ നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് മറ്റൊരു ഹർജി ഹൈക്കോടതിയിൽ ബാബു നൽകുന്നു. അതിൽ വാദം കേട്ടത് തള്ളുന്നു. അതിനെതിരെ സുപ്രീം കോടതിയിൽ പോകുന്നു. സുപ്രീം കോടതിയും ബാബുവിൻ്റെ ആവശ്യം തള്ളുന്നു. ഇതിൽ വാദം നടക്കട്ടെ ഹൈക്കോടതിയിൽ എന്ന് സുപ്രീം കോടതി 2-അംഗ ബെഞ്ച് വിധി പുറപ്പെടുവിക്കുന്നു. അപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയുടെ കൂടി പിൻബലത്തിലാണ് ഇതിൻ്റെ തുടർ നടപടികൾ മുന്നോട്ട് പോയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇന്ന് 2 മണിക്ക് വരുന്ന വിധി രാഷ്ട്രീയമായും നിയമപരമായും ഒട്ടേറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. ഒന്ന്, ശബരിമല അയ്യപ്പൻ്റെ അടക്കം പേരുപയോഗിച്ച് വലിയ തോതിൽ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചൊരു നാടാണ് കേരളത്തിലേത്, നമ്മുടെ നാട്. അപ്പോൾ അത്തരത്തിൽ ഒരു ധ്രുവീകരണ ശ്രമം നടത്തുന്നത് നിയമപരമായി തെറ്റാണ് എന്ന് കോടതി പറഞ്ഞാൽ, അല്ലെങ്കിൽ കെ ബാബുവിന് എതിരാണ് വിധിയെങ്കിൽ അത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. അതാണ് അതിൻ്റെ നിയമപരമായ വശം. ധാർമ്മികത എന്ന് പറയുന്നത് UDF ഇത്തരത്തിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ട് പിടിച്ച് സംബന്ധിച്ച് മുൻപും കേസുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, അഴീക്കോട് KM ഷാജിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത് അങ്ങനെയായിരുന്നു. പക്ഷേ പിന്നീട് അത് കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം സുപ്രീം കോടതിയിൽ പോയി അത് സ്റ്റേ വാങ്ങി ആ നിയമസഭാ കാലാവധി പൂർത്തിയാക്കാൻ ഷാജിക്ക് കഴിഞ്ഞു എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ എങ്കിലും അന്നും കോടതി വലിയ വിമർശനം ഇക്കാര്യത്തിൽ ഉപയോഗിച്ചിരുന്നു. മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് അത് നഗ്നമായ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന് തന്നെയാണ് മുൻപുള്ള പല ഹൈക്കോടതികളുടെയും സുപ്രീം കോടതിയുടെയും ഒക്കെ ഉത്തരവിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കോടതിയുടെ ഓർഡർ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് UDFനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നത് തന്നെയാകാനും സാധ്യതയുണ്ട്.
സാലി, തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ വർഗീയമായ നിലപാടുകൾ എടുക്കുകയും മതപരമായ ചിഹ്നങ്ങളോ മറ്റേതെങ്കിലും തരത്തിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കുന്നത് വളരെ അപൂർവമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ശബരിമല സമയത്ത് കൊടിയില്ലാതെ പ്രകടനത്തിന് പോയിക്കൊള്ളാൻ നിർദ്ദേശം കൊടുത്തൊരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം നമുക്ക് ഈ ഒരു ബാബുവിൻ്റെ ഒരു നിലപാടിനെ കൂടി കാണാൻ. ഈ ഒരു ചിഹ്നം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തനിക്ക് ജയിച്ച് വരാം എന്നൊരു ചിന്ത, അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊരു നിയമലംഘനം, നിയമവിരുദ്ധമായൊരു പ്രവർത്തനം അദ്ദേഹം നടത്തുകയാണ്. എന്നിട്ട് പോലും 900 വോട്ടിന് മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ ജയിക്കാൻ കഴിഞ്ഞത്. ആ രീതിയിൽ സംസ്ഥാനത്തിനാകെ ഒരു മാതൃക ആകാവുന്ന ഒരു വിധിയായിരിക്കും ഇന്ന് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടോ സാലി? അതായത് അക്കാര്യത്തിൽ കോടതിയാണ് അന്തിമ തീർപ്പ് കൽപ്പിക്കേണ്ടത്. പക്ഷേ അതിനൊരു ധാർമ്മികമായി നൈതികമായ ചില ചോദ്യങ്ങൾ ഉയർന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തൃപ്പൂണിത്തുറയിലെ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒന്ന്, വ്യാപകമായ മതചിഹ്നങ്ങൾ, പ്രത്യേകിച്ച് ശബരിമല അയ്യപ്പൻ്റെ ചിഹ്നവും പേരും എല്ലാം കൃത്യമായി ഉപയോഗിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൃപ്പൂണിത്തുറയിൽ. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ നമ്മളടക്കം വാർത്ത നൽകിയിരുന്നതാണ്. ഒപ്പം തന്നെ BJP വോട്ടുകൾ അക്കാരണങ്ങളാൽ കൊണ്ട് തന്നെ UDFിലേക്ക് മറിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ്. മാത്രമല്ല UDF BJP രഹസ്യ ധാരണയുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ ആരോപിക്കുകയും ഫലം വന്നപ്പോൾ BJPയുടെ വോട്ട് 30,000-ന് മുകളിൽ നിന്ന് 15,000-ന് താഴേക്കായി കുറയുകയും ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നത്, മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് സംബന്ധിച്ച് ഒട്ടേറെ ചോദ്യങ്ങൾ ഉയരുന്ന ഒരു കാലഘട്ടത്തിൽ കൃത്യമായി ഈ മതചിഹ്നം, അത് ശബരിമല അയ്യപ്പൻ്റെ ചിത്രം ഒക്കെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമായിരുന്നു കെ ബാബു നടത്തിയത്. അത് എങ്ങനെയൊക്കെ എന്ന് സ്വരാജ് ഹർജിയിൽ വിശദീകരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3-4 ഇൻസിഡൻസ് ഉണ്ടെന്ന്. അത് ഒന്ന്, ഈ സ്ലിപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി. ഈ സ്ലിപ്പിൻ്റെയൊക്കെ പകർപ്പുകൾ കോടതിയിൽ സ്വരാജ് ഹാജരാക്കിയിട്ടുണ്ട്. ഒപ്പം ഈ സ്ലിപ്പ് വിതരണം ചെയ്ത കണ്ട ആളുകളെ സാക്ഷികളായി വിസ്തരിച്ചിട്ടുണ്ട്. അത് ലഭിച്ച വീട്ടുടമകളെ ഒക്കെ സാക്ഷികളായി വിസ്തരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത്, ആ സ്ലിപ്പ്, അതായത് നമുക്ക് പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർ പോകുമ്പോൾ ഓരോ വോട്ടറുടെയും പേര്, പാർട്ടി നമ്പർ, വാർഡ് നമ്പർ, ക്രമനമ്പർ, വീട്ടുപേര്, സ്ഥലം, പോളിംഗ് ബൂത്തിൻ്റെ നമ്പരൊക്കെ രേഖപ്പെടുത്തിയൊരു സ്ലിപ്പ് സാധാരണ നൽകാറുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിതരണം ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ വിതരണം ചെയ്യുന്നത് UDF തൃപ്പൂണിത്തുറയിൽ വിതരണം ചെയ്ത സ്ലിപ്പിൻ്റെ കീറിമാറ്റാവുന്ന ഭാഗത്ത് അതിൽ അയ്യപ്പൻ്റെ ചിത്രം, കൈപ്പത്തി ചിഹ്നം, കെ ബാബുവിന് ഒരു വോട്ട് എന്ന് ഒക്കെ രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ കൃത്യമായി സ്ലിപ്പിലടക്കം പ്രചരണഘട്ടത്തിലുടനീളം അങ്ങനെ ഒരു ശൈലിയാണ് അവർ സ്വീകരിച്ചത്. സ്ലിപ്പിലടക്കം ഇത് ഉപയോഗിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല, പ്രസംഗത്തിലും മറ്റും പറഞ്ഞിരുന്നത്, ഇവിടെ സ്വരാജ് ജയിച്ചാൽ പരാജയപ്പെടുന്നത് അയ്യപ്പനായിരിക്കും എന്നുള്ളതായിരുന്നു UDFിൻ്റെ പ്രധാന ക്യാമ്പയിനുകളിലൊന്ന്. അതുപോലെ തന്നെ കെ ബാബു തോറ്റാൽ പരാജയപ്പെടുന്നത് അയ്യപ്പനായിരിക്കും എന്നും പ്രചരിപ്പിച്ചു. അതിനർത്ഥം വളരെ വ്യക്തമായി മതചിഹ്നങ്ങളെ, ശബരിമല ശാസ്താവിനെ ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് 2021 തൃപ്പൂണിത്തുറയിൽ കടന്നുപോയത്. അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ സ്വരാജിന് കഴിഞ്ഞാൽ നിർണായകമാണ് ഇന്നത്തെ ഉത്തരവെന്ന കാര്യത്തിൽ തർക്കമില്ല. പല സാധ്യതകളുമുണ്ട്. വളരെ വിശദമായ വാദം അതിൽ നടന്നതാണ്. വാദത്തിനിടെ നമ്മളൊക്കെ കേട്ടതാണ്. കൃത്യമായി ഓരോ ഘട്ടത്തിലും ആ തെളിവുകൾ ഹാജരാക്കാൻ സ്വരാജിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഒരു പൊതുവെ ഒരു വിശകലനം. പക്ഷേ ഈ തെളിവുകളൊന്നും വ്യാജമായി കെട്ടിച്ചമച്ചതാണ് എന്നാണ് കെ ബാബുവിൻ്റെ വാദം. ഇതൊന്നും തങ്ങൾ വിതരണം ചെയ്ത സ്ലിപ്പല്ല, തങ്ങൾ എഴുതിയ പോസ്റ്ററല്ല, തങ്ങൾ അച്ചടിച്ച നോട്ടീസല്ല. ഇതൊക്കെ ഈ ഹർജിക്കാരൻ്റെ കക്ഷികൾ, അതായത് LDF വ്യാജമായി അച്ചടിച്ച് വിതരണം ചെയ്തപ്പോൾ തങ്ങളുടെ മേൽ കെട്ടിയേൽപ്പിക്കുകയാണ് എന്നതാണ് വാദമായി കെ ബാബുവിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു എതിർവാദം. പക്ഷേ അത് കോടതി എത്രമാത്രം മുഖവിലേക്ക് എടുക്കും? കാരണം അത് സംബന്ധിച്ച് ലഭിച്ച സാക്ഷികൾ, അത് വിതരണം ചെയ്ത കണ്ട ആളുകൾ ഒക്കെ സാക്ഷിപ്പട്ടികയിൽ വരികയും കോടതി മുമ്പാകെ വിസ്തരിക്കപ്പെടുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അതെങ്ങനെ കോടതി കാണുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഒരു പ്രവചനം സാധ്യമല്ല. പക്ഷേ അത് കോടതി കണ്ടിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് പൊതുവിൽ നിയമവിദഗ്ധരുടെ വിശകലനം. കാരണം മുൻപ് സമാന രീതിയിൽ നിരവധി കേസുകളിൽ ഈ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ 123(3)(a)യുടെ ലംഘനമുണ്ടായ ഘട്ടങ്ങളിലെല്ലാം കോടതി ഇടപെട്ട ചരിത്രമുണ്ട്. അത് 2004 തെരഞ്ഞെടുപ്പിൽ PC തോമസിൻ്റെ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നമുക്കറിയാം, മൂവാറ്റുപുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് PC തോമസും ഇസ്മായിലും ജോസ് കെ മാണിയും മത്സരിച്ച് PC തോമസ് വിജയിച്ച തെരഞ്ഞെടുപ്പിൽ മാർപ്പാപ്പയുടെ ചിത്രവും മറ്റും കലണ്ടറായി വിതരണം ചെയ്തത്, അതിനെ തുടർന്ന് 500 ചില്ലറ വോട്ടിനായിരുന്നു PC തോമസ് ജയിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയാണ് ഹൈക്കോടതി ചെയ്തത്. വിജയിച്ച PC തോമസിൻ്റെ വിജയം അസാധുവായി പ്രഖ്യാപിക്കുകയും തൊട്ടടുത്തുണ്ടായിരുന്ന CPM നേതാവ് PM ഇസ്മായിലിനെ വിജയിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ സാധാരണ നടക്കുന്ന പോലെ തന്നെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി അതിൽ വാദം കേട്ടു. ഹൈക്കോടതി
പക്ഷേ ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി ശരിവെക്കുകയാണെന്ന് ചെയ്തത്. യഥാർത്ഥത്തിൽ PC തോമസിൻ്റെ തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതി റദ്ദാക്കി. പക്ഷേ തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്ന PM ഇസ്മായിലിൻ്റെ അന്നത്തെ രണ്ടാമത്തെ പ്രയർ അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. കാരണം ആ ലോകസഭയുടെ കാലാവധി കഴിഞ്ഞ പശ്ചാത്തലത്തിൽ ആ പ്രയറിന് സ്റ്റാൻഡില്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് ആ പ്രയർ ഒഴിവാക്കുകയാണിത്. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ അഴീക്കോട് 2016 തെരഞ്ഞെടുപ്പിൽ MV നികേഷ് കുമാറും KM ഷാജി മത്സരിച്ച തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ മതചിഹ്നങ്ങൾ പ്രചരണത്തിന് ഉപയോഗിച്ചു എന്ന് കോടതി കണ്ടെത്തുകയും റദ്ദാക്കുകയും പിന്നീട് സുപ്രീം കോടതി ചെന്നപ്പോൾ സ്റ്റേ ചെയ്യുകയൊക്കെ ചെയ്താണ്. അപ്പോൾ സമാന സാഹചര്യങ്ങളുള്ള നിരവധി ഉത്തരവുകൾ നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. അത് കോടതിയും പരിഗണിക്കും എന്ന് തന്നെയാണ് M സ്വരാജുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ പ്രതീക്ഷിക്കുന്നത്. സാലിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.